സീറോ വേസ്റ്റ് ദിനമായ 2025 മാർച്ച് 30. ഇപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കുക, സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 അവസാനിക്കുക. ആ തരത്തിലൊരു വിപുലമായ ക്യാമ്പയിൻ. ഈ പ്രവർത്തനം നിൽക്കില്ല, പക്ഷേ ഈ ക്യാമ്പയിൻ ഒരു കാലാവധി ഇങ്ങനെയാണ് നാം കണ്ടിട്ടുള്ളത്. ആ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗത്തിൻ്റെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മാലിന്യമുക്ത കേരളത്തിലേക്ക് സംസ്ഥാനം ചുവടുവെക്കുകയാണ്. വ്യത്യസ്തമാർന്ന പദ്ധതികൾ നടപ്പിലാക്കിയും സ്വന്തം മാലിന്യം പൗരന്മാരുടെ ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിച്ചും രാജ്യത്തെ ആദ്യത്തെ മാലിന്യമുക്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിക്കാൻ കേരളം തയ്യാറെടുക്കുകയാണ്. പ്രളയത്തെയും പ്രകൃതി ദുരന്തത്തെയും മഹാമാരിക്കാലത്തെയും സാമ്പത്തിക പ്രതിസന്ധിയെയും ഒക്കെ മറികടന്ന് വികസനത്തിനൊപ്പം വൃത്തിയിലും അതുല്യ മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിക്കില്ല. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യും. 2024 ഒക്ടോബർ 2 ആരംഭിച്ച സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം പദ്ധതിയാണ് മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തോടെ ലക്ഷ്യപ്രാപ്തിയിലേക്കെത്തുന്നത്. പോയ വർഷം ഒക്ടോബർ 2 സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപന തലങ്ങളിലായി 1601 പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെ ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട്, ക്ലീൻ കേരള കമ്പനി എന്നിവരാണ് ഈ ജനകീയ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഹരിതകർമ്മസേന വഴിയുള്ള വാതിൽപ്പടി അജൈവ മാലിന്യ ശേഖരണം കേരളത്തിൽ 47% മാത്രമായിരുന്നു. അതിപ്പോൾ 90% നമുക്ക് ഈ ക്യാമ്പയിൻ കാലയളവിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. വലിയൊരു കുതിച്ചുചാട്ടം തന്നെ അക്കാര്യത്തിലുണ്ടായി. അടുത്തൊരു മാസത്തോടുകൂടി നമ്മളത് 100% എത്തിക്കാനാവും. മാലിന്യം പൊതുവഴിയിൽ വലിച്ചെറിയുന്ന പ്രവണതയ്ക്ക് ഇപ്പോഴും മാറ്റമുണ്ടായിട്ടില്ല വേണ്ടത്ര. ജനങ്ങളുടെ മനോഭാവത്തിൽ കുറേ കൂടി മാറ്റം വരേണ്ടതുണ്ട്. അപ്പോൾ അത് ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ജനുവരി 1 മുതൽ 7 വരെ വലിച്ചെറിയൽ വിരുദ്ധ വാരമായിട്ട് ആചരിച്ചു. അതുകൊണ്ട് മാത്രമാവില്ല, തുടർന്നും ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഒപ്പം മാലിന്യം വലിച്ചെറിയാൻ ഇടവരാത്ത തരത്തിൽ നിക്ഷേപിക്കാനുള്ള ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും കേരളമാകെ സ്ഥാപിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ മാർച്ച് 30 ആകുമ്പോഴേക്കും വൃത്തിയുള്ള തെരുവുകളും പൊതുവിടങ്ങളുമുള്ള, മാലിന്യം പൊതുവഴിയിൽ വലിച്ചെറിയാത്ത സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. 6 മാസം കൊണ്ട് 11 ലക്ഷ്യങ്ങൾ കൈവരിക്കാനാണ് മാലിന്യമുക്തം നവകേരളത്തിലൂടെ കേരളം ചുവടുവെക്കുന്നത്. പൂർണ്ണമായ വാതിൽപ്പടി ശേഖരണം, MCF സംവിധാനങ്ങൾ, ഹരിതകർമ്മസേനയുടെ ശാക്തീകരണം, പരിശീലനം, ബ്രാൻഡിംഗ്, ജനസംഖ്യാനുപാതികമായി മാലിന്യ സംഭരണികൾ, മാലിന്യ കൂനകൾ നീക്കം ചെയ്യൽ, പ്രധാന കേന്ദ്രങ്ങളിൽ ക്യാമറ നിരീക്ഷണം, ടൂറിസം കേന്ദ്രങ്ങളുടെ ശുചീകരണം, സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും സമ്പൂർണ്ണ ശുചിത്വം, സാനിറ്ററി മാലിന്യ സംസ്കരണ സംവിധാനം, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനൊപ്പം മാലിന്യ സംസ്കരണം സംസ്കാരമാക്കുന്നതിനു കൂടിയാണ് കേരളം മാലിന്യമുക്തം നവകേരളത്തിലൂടെ തുടക്കമിടുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തനം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നാടാകെ ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരുമിക്കുന്ന ഒരു അനുഭവം കാണാനുണ്ട്.
പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലുള്ള നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. അയൽക്കൂട്ടങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങളായി മാറുന്നുണ്ട്. കേരളത്തിൽ ആയിരക്കണക്കിന് ഓഫീസുകൾ ഹരിത ഓഫീസുകളായിട്ടുണ്ട്. ഹരിത വിദ്യാലയങ്ങൾ വന്നിട്ടുണ്ട്. ഹരിത കലാലയങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങൾ ഹരിത ഡെസ്റ്റിനേഷൻ ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഓരോ ടൗണുകളെയും സൗന്ദര്യമുള്ള ടൗണുകളാക്കി മാറ്റുന്ന പ്രവർത്തനം ഇപ്പോൾ നമ്മൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ പെരളശ്ശേരി പഞ്ചായത്തിലെ മൂന്നുപെരിയ ജംഗ്ഷൻ, അതുപോലെ തന്നെ വേങ്ങാട് പഞ്ചായത്തിലെ പച്ചാപ്പൊയ്ക എന്ന് പറയുന്ന പ്രദേശം, സുൽത്താൻ ബത്തേരി നഗരം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ നാലുമണിക്കാറ്റ്, ഇത്തരത്തിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മനോഹരമായിട്ടുള്ള ഇടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എറണാകുളം ജില്ലയിലെ ഏലൂർ നഗരസഭയിൽ ഒരു ഹരിത വീഥി തന്നെയാണ് അവർ തീർത്തിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തരത്തിൽ കാഴ്ചവെക്കാൻ കഴിയുന്ന മാലിന്യ സംസ്കരണത്തിൻ്റേതായിട്ടുള്ള ശുചിത്വത്തിൻ്റേതായിട്ടുള്ള നിരവധി മാതൃകകളുണ്ട്. സംസ്ഥാനത്തെ 203 പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിൻ്റെയും 6 ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കിയതിൻ്റെയും പ്രഖ്യാപനത്തോടെയായിരുന്നു 4 മാസം മുൻപ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ തുടക്കം. 26 ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റിയും 160 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള എല്ലാ വിദ്യാലയങ്ങളെയും ഹരിത വിദ്യാലയങ്ങളാക്കിയും മുന്നേറിയ പദ്ധതിയിലൂടെ ഇതിനകം 22 കലാലയങ്ങളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഹരിത കലാലയങ്ങളാക്കി. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഓഫീസുകൾ, ബാങ്കുകൾ, ഓഫീസ് കോംപ്ലക്സുകൾ എന്നിവയെ കൂടി ജനകീയ യജ്ഞത്തിലൂടെ ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുകയാണ് മാലിന്യമുക്ത കേരളം. മാലിന്യ സംസ്കരണത്തിൽ കേരളം ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. ഒരു പഞ്ചായത്തിൽ പോലും അജൈവ മാലിന്യം ശേഖരിക്കുവാനുള്ള ഹരിതകർമ്മസേന, അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി, അങ്ങനെ കേരളം ഈ ഒരു കാര്യത്തിൽ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ഏകദേശം 70%-80% ഈ പറഞ്ഞ പോലെ സമ്പൂർണ്ണമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ള 20% അത് എന്തുകൊണ്ടാണ് നമുക്ക് നേടാൻ പറ്റാത്തത്? അതിന് കാരണം ആ 20% മാലിന്യം റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. എന്താണത്? ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഡിസ്പോസബിൾസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, പേപ്പർ കപ്പ്, പേപ്പർ പ്ലേറ്റ് മുതലായവ. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറണം. അതിനുവേണ്ടി 2014 നാഷണൽ ഗെയിംസോടുകൂടി നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ എന്ന നിയമം കൊണ്ടുവന്നു. 2016 നിയമമായി. പക്ഷെ കോവിഡോടുകൂടി അത് തകർന്നടിഞ്ഞു. അത് തിരിച്ച് പ്രാവർത്തികമാക്കണം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കാലങ്ങളായി കുന്നുകൂടി കിടന്നിരുന്ന ലെഗസി വേസ്റ്റുകൾ എന്ന മാലിന്യ മലകളെ ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്ത സർക്കാർ നിരവധി സ്ഥലങ്ങൾ മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ വീണ്ടെടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ എരുമക്കുഴി, ഗുരുവായൂരിലെ ചൂൽപ്പുറം തുടങ്ങി 59 സ്ഥലങ്ങളിൽ നിന്നായി 8.4 ടൺ മാലിന്യം നീക്കം ചെയ്ത തദ്ദേശ സ്വയംഭരണ വകുപ്പ് 35 പ്രദേശങ്ങളിൽ കൂടി ബയോമൈനിങ്ങിലൂടെ മാലിന്യം നീക്കം ചെയ്യുകയാണ്. മൂവാറ്റുപുഴ, കളമശ്ശേരി, വടകര, പാലക്കാട്, വടവാതൂർ, വടക്കാഞ്ചേരി തുടങ്ങിയ 20 കേന്ദ്രങ്ങളിൽ ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരമാണ് സർക്കാർ മാലിന്യ മലകൾ നീക്കം ചെയ്യുന്നത്. ഈ പ്രദേശങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്ന മാലിന്യ കൂമ്പാരങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. കേരള ഖരമാലിന്യ സംസ്കരണ പ്രോജക്റ്റ് KSWMPയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭീമമായ മാലിന്യ കൂനകളെല്ലാം നാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടുകൂറ്റൻ യന്ത്രങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള രീതികളും അവലംബിച്ചാണ് നാം ഈ മാലിന്യ കൂനകൾ വളരെ സുരക്ഷിതമായ പ്രകൃതി സൗഹാർദ്ദമായ രീതിയിൽ നാം നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രക്രിയ പൂർത്തിയായി കഴിയുമ്പോൾ കേരളത്തിലെ പല നഗരപ്രദേശങ്ങളിലുമായി നമുക്ക് ഒഴിഞ്ഞു കിട്ടാൻ പോകുന്നത് 66 ഏക്കറിലേറെയുള്ള കാതലായിട്ടുള്ള ഭൂമിയാണ്. ഇത് നമ്മുടെ ആദ്യ ഘട്ടത്തിൻ്റെ മാത്രമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഇനിയും നമ്മൾ കുറച്ചുകൂടി
മാലിന്യക്കൂനകൾ കണ്ടെത്തി അവയും കൂടി ശാസ്ത്രീയമായ രീതിയിൽ ആരോഗ്യകരമായി നിർമ്മാർജ്ജനം ചെയ്തെടുക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തെങ്ങും ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സജ്ജമാവുമ്പോഴും പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത തുടരുന്ന നാടുകൂടിയാണ് കേരളം. ഈ സാഹചര്യം പരിഗണിച്ചാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ജനുവരി 1 മുതൽ ബോധവൽക്കരണത്തിനായി മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം നടപ്പിലാക്കിയത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ക്യാമറ നിരീക്ഷണം ശക്തമാക്കിയ സർക്കാർ പിഴ ഈടാക്കൽ, മാലിന്യം നിക്ഷേപിക്കാൻ ബിന്നുകൾ സ്ഥാപിക്കൽ, ബിന്നുകളിലെ മാലിന്യം കൃത്യമായി ശേഖരിച്ച് സംസ്കരിക്കുന്നുവെന്നുറപ്പാക്കൽ തുടങ്ങിയവ ഈ വാരാചരണത്തിലൂടെ നടപ്പിലാക്കി. നിയമലംഘനങ്ങൾ, അതായത് പൊതുവഴിയിൽ മാലിന്യം തള്ളുന്നത്, വലിച്ചെറിയുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ നിയമലംഘനങ്ങളും കേരളത്തിൽ എവിടെയും നിന്ന് ആളുകൾക്ക് അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പൊതുവായ വാട്സാപ്പ് നമ്പർ, ഒറ്റ വാട്സാപ്പ് നമ്പർ കേരളത്തിലാകെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ വകുപ്പ്. 9446700800 എന്നതാണ് ആ നമ്പർ. ആ നമ്പറിലേക്ക് ഈ 3 മാസത്തിനിടയിൽ 2170 പരാതികൾ പൊതുജനങ്ങൾ നൽകുകയുണ്ടായി. അതിൽ 1131 എണ്ണത്തിൽ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബീച്ചുകൾ, പാർക്കുകൾ, ഡാമുകൾ, മ്യൂസിയം, മൃഗശാല തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി മാലിന്യമുക്തമാക്കുകയെന്ന ലക്ഷ്യം കൂടിയാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ കേരളം യാഥാർത്ഥ്യമാക്കുന്നത്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഹരിത ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന സർക്കാർ ടൂറിസം കേന്ദ്രങ്ങൾ വൃത്തിയാക്കുന്നതിനുള്ള പദ്ധതികൾക്കും നിരീക്ഷണ സംവിധാനങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഹരിത ടൂറിസം കേന്ദ്രങ്ങളിൽ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച് സുരക്ഷിതമായി സംസ്കരിക്കുന്നതിന് സംവിധാനമൊരുക്കുന്ന സർക്കാർ പിഴ ഈടാക്കൽ അടക്കമുള്ള കർശന നിയമ നടപടികളും സ്വീകരിക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പാലിക്കപ്പെടേണ്ട ശുചിത്വ മാലിന്യ പ്രോട്ടോകോൾ തയ്യാറാക്കിയതുൾപ്പെടെ മാലിന്യമുക്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സാധ്യമാക്കുന്ന പ്രവർത്തനം കൂടി ഉൾപ്പെടുന്നതാണ് പൊതു ഇടങ്ങളിലെ ശുചിത്വ സംസ്കാരം. ശബരിമല തീർത്ഥാടനം മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവം വരെ വൃത്തിയുടെയും ശുദ്ധിയുടെയും മഹോത്സവമാക്കാൻ മാലിന്യമുക്തം നവകേരളത്തിനൊപ്പം നമ്മുടെ സർക്കാരിന് സാധിച്ചു. പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിനാണ് അതിലൂടെ കേരളം ആക്കം കൂട്ടുന്നത്. ശബരിമലയിലെ മകരവിളക്ക് തീർത്ഥാടനകാലം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഇത്തവണ മികച്ച മാതൃകയാണ് സൃഷ്ടിച്ചത്. 40 ദിനങ്ങളിലായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നും 3000-ലധികം ലോഡ് മാലിന്യമാണ് ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിച്ചത്. തലസ്ഥാനത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണവേദിയിൽ നിന്നും മാത്രം കോർപ്പറേഷൻ നീക്കം ചെയ്തത് 23 ടണ്ണിലധികം മാലിന്യങ്ങളാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ വർഷം തോറും പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല, പുസ്തകപ്രേമികളുടെ മഹോത്സവമായ നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്നിവിടങ്ങളിലും തിരുവനന്തപുരം നഗരസഭ മാലിന്യ സംസ്കരണത്തിൽ മികച്ച മാതൃക തീർക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയും നിരവധി പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. അതിനുദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തികളിലൊന്ന്, ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നതിനു വേണ്ടി ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി തലസ്ഥാന നഗരത്തുനിന്ന് എത്തിച്ചേരുന്നുണ്ട്. ആ പൊങ്കാല കഴിയുന്നതോടുകൂടി നിരവധിയായിട്ടുള്ള ആളുകൾ ഈ നഗരം വിടുമ്പോൾ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നഗരസഭയ്ക്ക് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഫെസ്റ്റിവൽ നഗരമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തലസ്ഥാന നഗരത്തിലെ വിവിധ പരിപാടികൾ, കലോത്സവം, പുഷ്പോത്സവം അടക്കമുള്ള വിവിധ പരിപാടികളിലും കൃത്യമായി മാലിന്യ സംസ്കരണം നടത്തി ഈ മേഖലയിൽ ഒരു മികച്ച മാതൃകയാകാൻ തലസ്ഥാന നഗരസഭയ്ക്ക് സാധിച്ചു എന്നത് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ മാലിന്യ സംസ്കരണ കാര്യത്തിലും വളരെയധികം ശ്രദ്ധയാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. അതിൽ ജനറൽ മാലിന്യങ്ങളെല്ലാം നമ്മൾക്ക് അതാത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളാണ് നമ്മളെ സഹായിക്കുന്നത് അതിൻ്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട്.
സെപ്റ്റേജ് മാലിന്യങ്ങൾ, ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുകളും നമ്മൾ മേജർ ഹോസ്പിറ്റലുകളിൽ അതിനനുസരിച്ചുള്ള പ്ലാന്റുകളുണ്ട്. വിവിധ പ്ലാന്റുകൾ നമ്മൾക്കുണ്ട്. ആ പ്ലാന്റുകളാണ് ലിക്വിഡ് വേസ്റ്റും അതുപോലെ തന്നെയുള്ള സെപ്റ്റേജ് മാലിന്യങ്ങളുടെയും സംസ്കരണത്തിന് വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കുന്നത്. മാലിന്യ ശേഖരണത്തിനായി പൂർണ്ണമായ വാതിൽപ്പടി ശേഖരണവും അതിനായി ഹരിതകർമ്മസേനയുടെ സേവനവും ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ സർക്കാർ ജനസംഖ്യാനുപാതികമായി സംസ്ഥാനത്തുടനീളം മാലിന്യ സംഭരണികൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ഹരിതകർമ്മസേനയുമായി ചേർന്ന് വീടുകളിൽ ജൈവ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രാദേശികാടിസ്ഥാനത്തിൽ സർവേയും ഹരിതമിത്രം ഗാർബേജ് ആപ്പിന്റെ പ്രചാരണവും ഉറപ്പുവരുത്തുന്ന സർക്കാർ കമ്മ്യൂണിറ്റി തല അജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഓഡിറ്റിംഗിനും തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമുക്കിപ്പോൾ എല്ലാ മാലിന്യവും സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാണ്. അത് ഫ്ലാറ്റുകളിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം, അതിൻ്റെ ഒരു മാതൃക നമുക്ക് തിരുവനന്തപുരത്ത് പാറ്റൂരിലുള്ള EMS കോളനിയിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ 250-ലധികം വീടുകളിലെ മാലിന്യമാണ് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത്. കുന്നംകുളത്ത് നോക്കിക്കഴിഞ്ഞാൽ ജൈവ മാലിന്യത്തിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള സംസ്കരണം നമുക്ക് കാണാൻ കഴിയും. മാലിന്യ കൂമ്പാരമായിരുന്ന പ്രദേശങ്ങൾ 12 പാർക്കുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പായം പഞ്ചായത്ത് അതിനൊരു പ്രതിവിധി കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള, ഏറ്റവും നല്ല സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് നവകേരളം ഒരു മാലിന്യ മുക്ത സംസ്ഥാനം എന്ന നിലയിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പാഴ്വസ്തു ശേഖരണം മുതൽ സമ്പൂർണ്ണ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വരെ ഉൾപ്പെടുന്നതാണ് 6 മാസം നീണ്ടു നിൽക്കുന്ന ഇപ്പോഴത്തെ ജനകീയ യജ്ഞം. പദ്ധതിയിലൂടെ പാഴ്വസ്തു ശേഖരണത്തിൽ കൂടുതൽ മുന്നേറുകയാണ് കേരളം. 2023 ഏപ്രിൽ മുതൽ 2024 ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് 67,656 ടൺ പാഴ്വസ്തുക്കളാണ് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ നീക്കം ചെയ്തത്. 2022 ആകെ 7,657 മെട്രിക് ടൺ മാലിന്യം ശേഖരിച്ച ക്ലീൻ കേരള കമ്പനി 2023 അത് 4 ഇരട്ടിയാക്കി. 2024 അത് 4.5 ഇരട്ടിയാക്കി ഉയർത്തിയ ക്ലീൻ കേരള കമ്പനി ഹരിതകർമ്മസേനയ്ക്ക് 4 വർഷത്തിനിടെ 24 കോടിയിലധികം രൂപയാണ് ഹരിതകർമ്മസേനയ്ക്ക് നൽകിയത്. ക്ലീൻ കേരള കമ്പനി ഇപ്പോൾ ശരാശരി ഒരു മാസം 5,000 മുതൽ 6,000 മെട്രിക് ടൺ വരെ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നു. അതിൽ 1,200 ടൺ മെറ്റീരിയൽ മൂല്യവത്താക്കി അത് വിലപിടിപ്പുള്ള അതിൻ്റെ വില ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്ന ഒരു പ്രവർത്തനവും നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേസ്റ്റ് അതുപോലെ മറ്റിതര വാല്യൂബിളായിട്ടുള്ള പാഴ്വസ്തുക്കളും നന്നായി ശേഖരിക്കാൻ കമ്പനിക്ക് കഴിയുന്നു. കമ്പനിയുടെ പ്രവർത്തനം കഴിഞ്ഞ ഒരു 5 വർഷത്തെ എടുത്ത് പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള ഒരു അച്ചീവ്മെൻ്റാണ് ഈ മേഖലയിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹരിതകർമ്മസേനയെ മുതൽ ബഹുജനങ്ങളെ വരെ അണിനിരത്തി സർക്കാർ നടത്തുന്ന മുന്നേറ്റമാണ് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണത്തിലേക്ക് നയിക്കുന്നത്. ദിവസേന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യത്തിന്റെ പകുതിയിലേറെയും വീടുകളിലും സ്ഥാപനങ്ങളിലും കമ്മ്യൂണിറ്റി തലങ്ങളിലുമായി സംസ്കരിക്കപ്പെടുന്ന നാടുകൂടിയാണ് കേരളം. 90% മുനിസിപ്പാലിറ്റികളിലും 80% ഗ്രാമപഞ്ചായത്തുകളിലും ദൈനംദിനം മാലിന്യം വേർതിരിക്കുന്ന സംസ്ഥാനത്ത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാതിൽപ്പടി ശേഖരണം 2024 ഡിസംബറോടെ 88% ഉയർന്നു കഴിഞ്ഞു. യൂസർ ഫീ കളക്ഷനും 70% വർദ്ധിച്ചു. ഞങ്ങൾ ഹരിതകർമ്മസേന തുടങ്ങിയത് 2018 നവംബർ 17-ാം തീയതിയാണ്. അന്ന് ഞങ്ങൾ പ്ലാസ്റ്റിക്കിനായിട്ട് വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഗേറ്റ് പോലും തുറക്കത്തില്ല, അല്ല വാതിലാണെങ്കിലും അവർ അടയ്ക്കും, ഒന്ന് പുറത്തോട്ട് വരുവോ ഒന്നും ചെയ്യത്തില്ല. നമ്മളോട് ഇവിടെ പ്ലാസ്റ്റിക് ഇല്ല, നിങ്ങൾ എന്തിനാണ് പ്ലാസ്റ്റിക്കിന് വരുന്നത്, ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇരിപ്പില്ല എന്ന് പറയും. പക്ഷേ അതേ സംബന്ധിച്ച് ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ വരാനായിട്ട് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ഞങ്ങൾ ചെല്ലുമ്പം തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളൊരു ദിവസം താമസിച്ചാൽ അവർ ഞങ്ങളെ ഫോൺ ചെയ്ത് ചോദിക്കും, എന്താണ് നിങ്ങൾ വരാത്തത്, പ്ലാസ്റ്റിക് ഇരിപ്പുണ്ട്,
എന്ന് പറയും. ഇപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിലാണ്, നല്ല സഹകരണവും നല്ല രീതിയിലാണ് അവർ ഞങ്ങളോട് പെരുമാറുന്നത്. ഒരു സാധനം അങ്ങനെ പുറത്താരിപ്പോൾ വലിച്ചെറിയുന്നില്ല. പണ്ട് എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ പുറത്ത് വലിച്ചെറിയലല്ലേ. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും എല്ലാം വൃത്തിയിൽ വെക്കുന്നുണ്ട്. നമുക്ക് തരുന്നുണ്ട്. എല്ലാവരും 100% സഹകരിക്കുന്നുണ്ട്. ഓരോ മാസമാണ് ഓരോ തരം മാലിന്യം. ഈ എടുക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ ഒരു മാസം തുണിയായിരിക്കും, ഒരു മാസം കുപ്പിച്ചില്ലായിരിക്കും, ഒരു മാസം ഗുളിക കവർ, അങ്ങനെ ഓരോ തരമായിട്ട് എടുക്കുക. സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിയും പദ്ധതി എന്ന നിലയിൽ നടപ്പിലാക്കിയും വിജയം വരിക്കാവുന്ന വിഷയമായല്ല നമ്മുടെ സർക്കാർ മാലിന്യ സംസ്കരണത്തെ വിലയിരുത്തുന്നത്. മറിച്ച് ഓരോരുത്തർക്കും വേണ്ടി എല്ലാവരും കൈകോർക്കുന്ന മുന്നേറ്റത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഭാവി കേരളത്തിൻ്റെ സുരക്ഷ എന്നതാണ് മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, സർവീസ് സംഘടനകൾ, സന്നദ്ധ സാംസ്കാരിക സംഘടനകൾ തുടങ്ങി വിദ്യാർത്ഥി സംഘടനകളെയും നാട്ടിലെ വിവിധ കൂട്ടായ്മകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മാലിന്യമുക്ത കേരളമെന്ന ജനകീയ ക്യാമ്പയിൻ മുന്നേറുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളെയും മാലിന്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി 11,466 സ്കൂളുകളിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ അവസ്ഥാ പഠനം പൂർത്തിയാക്കിയ സർക്കാർ സുകൃതം ശുചിത്വം പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ പ്രഥമാധ്യാപകർക്ക് പരിശീലനവും നൽകിക്കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാലിന്യമുക്തമാക്കുന്നതിനായി 5000 കുട്ടികളെയാണ് വിവരശേഖരണത്തിനായി സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. 5 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ മെയിൻലി അവർ വേസ്റ്റുകളെല്ലാം പൊതുവെ കടലിലോട്ട് വലിച്ചെറിയുന്ന പ്രവണതയാണ് ഉള്ളത്. അപ്പം നമ്മൾ അവർക്കൊരു അവയർനെസ് കൊടുക്കണം എന്നുള്ള നിലയിൽ നമ്മൾ അവരുടെ എല്ലാവരുടെയും വീട്ടിൽ, ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരാണ് ക്ലീൻ ഡ്രൈവ് ആക്ച്വലി നടത്തിയത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൈഡൻസ് മാത്രമേ കൊടുത്തുള്ളൂ. ഈ ഫീൽഡ് പ്രവർത്തനങ്ങൾ വഴി അതിൽ നിന്ന് ലഭിച്ച അറിവ് കുട്ടികളിലേക്കും യുവതീ-യുവാക്കന്മാരേക്കും അമ്മമാരിലേക്കും എല്ലാം പകരുന്നത് വഴി നാളെ ഒരു സീറോ പ്ലാസ്റ്റിക്, സീറോ വേസ്റ്റ് കേരള എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എന്നാലാവുന്നത് ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റി എന്ന പൂർണ്ണ ആത്മവിശ്വാസം എനിക്കുണ്ട്. $7,700 ടണ്ണിലധികം അഴുകുന്ന മാലിന്യങ്ങളും അഴുകാത്ത 2000-ലധികം ടൺ മാലിന്യങ്ങളും സംസ്കരിക്കപ്പെടാനാകാത്ത 500 ടൺ അവശേഷിപ്പുകളും ശരാശരി ദൈനംദിനമുണ്ടാകുന്ന നാടാണ് കേരളം. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിൻ്റെ 49% വീടുകളിലും 36% സ്ഥാപനങ്ങളിലും 15% വഴിയരികുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രീയ മാർഗങ്ങളൊരുക്കി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സർക്കാർ ഖരമാലിന്യ പരിപാലനത്തിന് തികച്ചും ശാസ്ത്രീയ മാർഗങ്ങൾ പിന്തുടരുന്നത്. അതിനൊപ്പം നീർച്ചാലുകളിലും തോടുകളിലും നദികളിലുമെല്ലാം തെളിനീരൊഴുകാനും കടലും കടൽ തീരവും പ്ലാസ്റ്റിക്കുകളാൽ നിറയാതിരിക്കാനും നമുക്ക് ജാഗ്രതയുണ്ടാകണം. അതിനായി ഒറ്റ മനസ്സോടെ നമ്മൾ കോർക്കുന്ന കൈകളിലാണ് മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെയും ഭാവി കേരളത്തിൻ്റെയും വിജയം.